PSC ചാറ്റ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 126/2017 ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർട്ടിൽ ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ടുന്ന പാർട്ടിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. നമ്മൾ അതിൽ പറഞ്ഞ ആൻസർ റുദർഫോർഡ് ആയിരുന്നു. അത് റുദർഫോർഡ് ആൻസർ തെറ്റാണ്. നീൽസ് ബോർ ആണ് യഥാർത്ഥ ആൻസർ. അപ്പോൾ എന്തായാലും ആ ഒരു തെറ്റ് നേരിട്ടതിൽ ഖേദിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാർട്ടിലേക്ക് കടക്കാം. അടുത്ത പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തവയിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണെന്നാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ്. അതിൽ ഓപ്ഷൻ എ വാട്ട് ഉണ്ട്, ബി ന്യൂട്ടൺ ഉണ്ട്, സി ഡൈൻ ഉണ്ട്, ഡി ജൂൾ ഉണ്ട്. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ജൂളാണ്. അതുപോലെ വാട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? പവറിൻ്റെ യൂണിറ്റ് ആണ് എന്ത് വാട്ട് എന്ന് പറയുന്നത് അല്ലേ. ന്യൂട്ടനോ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ആണ് എന്ത് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണെന്നാണ് ചോദ്യം. എന്താണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം എന്തായിരിക്കുമെന്നാണ് അല്ലേ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പം അത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആവുന്ന ഫാക്ടറാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചാർട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിക്കുകയോ ഒന്ന് മനസ്സിലാക്കി പഠിക്കുകയോ ചെയ്യുക. നമ്മളത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. കൺഫ്യൂഷൻ ഫാക്ടറാണ്. നിങ്ങൾ നോക്കി തന്നെ പഠിക്കുന്നതായിരിക്കും അതിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ചാർട്ട് എന്തായാലും നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കറുപ്പാണ് കേട്ടോ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കറുപ്പാണ്. ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന നിറം കറുപ്പാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ഏതെന്നാണ് അല്ലേ. കള്ളനോട്ട് തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന കിരണം ഏതെന്നാണ്? ഏതാണ്? അൾട്രാ വയലറ്റ് കിരണമാണ് അല്ലേ. അൾട്രാ വയലറ്റ് കിരണമാണ് എന്ത് കള്ളനോട്ട് തിരിച്ചറിയുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഏതെന്നാണ് അല്ലേ. പലായന പ്രവേഗം എന്താണ്? പലായന പ്രവേഗം എന്ന് പറഞ്ഞാൽ ഒരു ഉപഗ്രഹത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിലോ അല്ലേ അതിൽ ഗുരുത്വാകർഷണ ബലം ഇട്ടൊരു വസ്തുവിന് പോകാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് എന്തെന്ന് പറയുന്നത് പലായന പ്രവേഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പലായന പ്രവേഗം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷനിൽ ഭൂമിയുണ്ട്, ബുധനുണ്ട്, ചൊവ്വയുണ്ട്, വ്യാഴമുണ്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി വ്യാഴമാണ്. ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ളത് വ്യാഴത്തിനാണ്. അപ്പോൾ ഏറ്റവും കുറവ് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനാണ് ഏറ്റവും കുറവ് പലായന പ്രവേഗമുള്ളത്. അതുപോലെ ഭൂമിയുടെ പലായന പ്രവേഗ വേഗത എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11.2 km/s ആണ്. അപ്പോൾ അടുത്തൊരു പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.